കാര്യം പറഞ്ഞോട്ടെ, വലിയ മോട്ടിവേഷൻ ഒന്നുമല്ല. ഇനി മോട്ടിവേഷൻ തരാൻ നീ ആരാ? ജോസഫ് അന്നൻകുട്ടിയുടെ പെങ്ങളാണോ എന്നും ചോദിക്കരുത്. ബൈ ദ വേ, ഈ ഫിൽട്ടർ കൊള്ളാല്ലേ? ഫിൽട്ടർ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഒട്ടും കുറയ്ക്കണ്ടല്ലോ. പിന്നെ കാരണവന്മാരായിട്ട് ഭംഗിയും കോലം ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാറില്ല. ഫിൽട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല, കൊള്ളാം. അപ്പോൾ നമ്മൾ പെൺകുട്ടികളുണ്ടല്ലോ, ഈ വണ്ടി ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. വേറെ ഒന്നും അറിയത്തില്ലെങ്കിലും അതൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഈ മറ്റുള്ളവരെ, കാരണം ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ പൈസ വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വന്തം കാര്യങ്ങൾക്ക് തന്നെത്താനെ നടക്കാൻ, അതായത് ഓരോ ആവശ്യത്തിന് വണ്ടി എടുത്തുകൊണ്ട് നടക്കാനുള്ളൊരിത് വേണം. പിന്നെ ഇങ്ങോട്ട് 2 ചാട്ടം ചാടി അങ്ങോട്ട് 4 ചാട്ടം ചാടാനുള്ളൊരു ധൈര്യവും കൂടെ വേണം. അല്ലാതെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന്, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ഇട്ട് കളിയാക്കും. എല്ലാവർക്കും അവിടുന്ന് ഇവിടുന്ന് തട്ടാനുള്ളൊരു പാവയായിരുന്നു ഞാൻ. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഇരുന്ന് കരയും, നിന്നെടുത്ത് നിന്ന് കരയും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കും, ഞാൻ PG ക്ക് പഠിക്കുമ്പോൾ പോലും ഞാൻ ഫ്രണ്ട്സായിട്ടൊന്ന് വഴക്കുണ്ടാക്കി ഞാൻ ഇന്ന് കരയുന്ന ആളാണ്. പക്ഷെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലൊന്നും ഒരു കാര്യമില്ല. ഞാൻ എങ്ങനെയാ മാറിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇപ്പം ആരെന്നാ പറഞ്ഞല്ല, നിങ്ങൾ പറയാനുള്ളൊരു പറഞ്ഞു, എൻ്റെ രോമത്തെ പോലും കൊള്ളത്തില്ല, ആ ഒരു മൈൻഡ് ഇപ്പം എനിക്ക്. അപ്പം ഈ കാട്ടുപോത്തിൻ്റെ ഒക്കെ തൊലിക്കെട്ടി എന്ന് പറഞ്ഞ പോലെ എവിടുന്ന് ഒരു തൊലിക്കെട്ടി, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഒരു തൊലിക്കെട്ടി ഇങ്ങനെ വരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക അത്യാവശ്യമായിട്ട്. കാരണം ഇന്നത്തെ ഓരോ ന്യൂസുകളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സ്വന്തം ഒരു വരുമാനം, എല്ലാവരുടെയും കീഴിൽ ജോലി ചെയ്യുന്നതിൽ എന്തുകൊണ്ടും നല്ലത് നമ്മളുടെ കയ്യിൽ നമുക്കൊരു 10 പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വരുമാന മാർഗം നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ കഴിവ് വെച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം നാളെ നമ്മുടെ എന്നും ജോലി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ സ്ഥിര ജോലിക്കാരുടെ കാര്യമല്ല പറയുന്നത്, അല്ലാത്തവരുടെ കാര്യം പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും എന്തൊക്കെ തന്നെ ആയാലും സ്വന്തം കഴിവിൽ എന്തെങ്കിലും ഒരു 10 രൂപ ഉണ്ടാക്കാനുള്ളൊരു ഇത് നിങ്ങൾക്ക് വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ച് നടക്കാനുള്ളൊരു കെൽപ്പ് വേണം. പിന്നെ കുറച്ചെങ്കിലും ധൈര്യം, തൻ്റെ എന്നും പറഞ്ഞ് എല്ലാവരും കയറി ഭരിക്കാനല്ല, നമ്മളെ ചൊറിയാൻ വന്നാൽ തിരിച്ച് നമ്മളുടേതായ രീതിക്ക് റിപ്ലൈ കൊടുക്കാനുള്ളൊരു ചങ്കൂറ്റം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കണം. എൻ്റെ പിള്ളേരെ അതിൻ്റെ ഒരു പവർ, ഒരു സന്തോഷം, അതൊരു ഫ്രീഡം ഒന്ന് വേറെയാ. ഒന്ന് സ്വന്തമായിട്ടൊരു ഇഷ്ടം തോന്നിയൊരു സ്ഥലത്തേക്ക് വണ്ടി എടുത്ത് അങ്ങ് പോവുക, അതൊരു പവർ. അത് ഈ ചേട്ട എന്നെ കൊണ്ടുവിടുവോ, അച്ഛൻ എന്നെ കൊണ്ടുവിടുവോ അങ്ങനെ ചോദിച്ച് വല്ലവരെയും പുറകെ ഇരുന്ന് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതല്ല. നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇപ്പം പറയുമ്പം പലരും ഓർക്കുമോ ഇവള് മാത്രമേ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുള്ളൂ, അങ്ങനെയല്ല. പക്ഷെ ഞാനത് ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് ലൈസൻസ്. അപ്പം എനിക്ക് ആ സന്തോഷം എനിക്ക് നിങ്ങളോട് എത്ര പറഞ്ഞാലും അറിയത്തില്ല. അപ്പം നിങ്ങളും ആ സന്തോഷം അറിയണം. അതിനാണ് ഞാൻ പറഞ്ഞത്, വണ്ടി ഓടിക്കാൻ അറിയാൻ മേലാത്ത പെൺപിള്ളേരുണ്ടെങ്കിൽ എത്രയും വേഗം ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കുക. എന്നിട്ട് ഇതുപോലെ വണ്ടി എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് സ്വന്തം കാര്യത്തിന് അങ്ങ് ഹിമാലയൻ ട്രിപ്പ് പോകാനൊന്നും ഞാൻ പറയുന്നില്ല, സ്വന്തം ആവശ്യങ്ങൾക്ക്, അവനവൻ്റെ ആവശ്യത്തിന്, ഒരു ഷോപ്പിങ്ങിന്, ഒരു ഹോസ്പിറ്റല്, അങ്ങനെയുള്ള ഒന്ന് മാർക്കറ്റിൽ, അങ്ങനെയൊക്കെ പോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്ക്. വേറെ ലെവൽ ഫീലിങ്സ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.